നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BJP MP ആയിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള നിഷികാന്ത് ദുബെ പലതവണ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത വരുത്തണമെന്നും ആജീവനാന്തം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം ഈ രാജ്യത്തെ പാർലമെന്റിൽ പ്രതികരിക്കാൻ ഫിറ്റല്ല എന്നുമൊക്കെ പറയുകയാണ്. ഈ നിഷികാന്തിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവരേണ്ടത്. ഒരാൾ ഫിറ്റാണോ, എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഉൾപ്പെടെ. ഇതിന് പ്രിയങ്ക ഗാന്ധി നല്ല ആപ്റ്റായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവനകൾ പലർക്കും കൊണ്ടു. അതായത് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജു ഒരുപാട് സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. ഒടുവിൽ സാമം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്ന പോലെ, ചതുരുപായങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒടുവിൽ ആക്രമിച്ച്, അതായത് വിമർശനങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ അങ്ങ് നിർവീര്യമാക്കി കളയാമെന്ന് വിചാരിച്ച് BJP അംഗങ്ങളിൽ പലരെയും ചാവേറുകളായി വിടാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി. ചാവേർ എന്ന അർത്ഥം വരുന്നത് കൃത്യമായി ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിലും ഒരു ശ്രമം പയറ്റി നോക്കാം എന്ന് പറഞ്ഞ് അതിലൊരാളാണ് നിഷികാന്ത് ദുബെ. ഇദ്ദേഹത്തിന് കാര്യപ്രാപ്തിയൊന്നുമില്ല, വിവരവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വായിക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തി എപ്പോഴും വിവാദങ്ങളിൽ പെട്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ എന്ന മഹത് രാജ്യത്തെ, നമ്മുടെ ഈ മഹത് രാജ്യത്തെ അമേരിക്കയ്ക്ക് വിറ്റു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദേശദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനയാണ്. ആ ഒരൊറ്റ കാര്യം മതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കാൻ. രാഹുൽ ഗാന്ധിയെ ആജീവനാന്തൻ വിലക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും എടുത്തു കളയണം എന്നൊക്കെ നിഷികാന്ത് ദുബെ ഘോരഘോരം വാദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത്? സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള നടപടിയാണ് രാഹുൽ ഗാന്ധി എടുത്തത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷത്ത് 118ഓളം MP അതിനെ പിന്താങ്ങി. ആ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയം പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നു. സ്പീക്കർ ഓം ബിർളയ്ക്ക് പകരം സ്പീക്കർ പാനലിൽ നിന്നും ജഗദാംബിക പാലാണ് സഭ നിയന്ത്രിക്കുന്ന സാഹചര്യം ഏറ്റെടുത്തത്. കാരണം ജഗദാംബിക പാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കോൺഗ്രസ്സുകാരനായി BJPയിലേക്ക് മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നിരവധി തവണ രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ, ശക്തമായ ഭാഷയിൽ പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ വല്ല പണിക്ക് വയ്ക്കൂടെ എന്നുള്ള രീതിയിൽ തന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഓം ബിർള അദ്ദേഹത്തിനെ പുകച്ച് പുറത്തിയടിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമം അൺപാർലമെന്ററി ആണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ ഒരു പാർലമെന്റിനകത്ത് ആ സഭയിൽ കൃത്യമായും ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം നടത്താൻ ആവശ്യമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അതിനെ ആർക്കാണ് തടയാൻ കഴിയുക? ആർക്കും കഴിയില്ല. ജനാധിപത്യ ധ്വംസനമൊന്നുമല്ലല്ലോ നമ്മുടെ ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ രാജ്യത്ത് മനോജ് മുകുന്ദ് നരവനെ എന്ന മുൻ കരസേനാ മേധാവി കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കരസേനയിൽ നടക്കുന്ന ചില കീഴ്വഴക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി ഓർഡേഴ്സ് സുപ്പീരിയർ ഓഫീസേഴ്സ് റിലീസ് ചെയ്യാൻ വൈകുന്നതിനെ പറ്റിയുമൊക്കെ പ്രസ്താവന പറഞ്ഞത് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിലെ ഓരോ വരികളും വായിച്ച് ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ പൊള്ളേണ്ടവർക്ക് നന്നായി പൊള്ളി. അതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള കടന്നാക്രമണം നടത്താൻ ശ്രമിക്കുന്നത്.